നമ്മൾ ചോദിക്കുന്നത് എന്തിനും ഉത്തരം കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഒരു കുഞ്ഞൻ സൂറത്ത്, കുറഞ്ഞ ആയത്തുകൾ, 5-6 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത് ഈ സമയത്ത്, നിശ്ചിത സമയത്ത് ഓതിയിട്ട് റബ്ബിനോട് എൻ്റെ ഇന്ന കാര്യം നടത്തി തരണേ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ഉറപ്പായി നടക്കും. ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു തന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ടിപ്പ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. മഹത്തായ ഒരു കുഞ്ഞൻ സൂറത്തിന്റെ പവിത്രമായ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ അക്കൗണ്ട് നിറയ്ക്കാനും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇജാബത്ത് കിട്ടാനും കാരണമായി തീരും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ സൂറത്ത് എന്ന് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സന്തോഷം അറിയിക്കുന്നവരുണ്ട്, ദുആ വസിയത്തുകൾ പറയുന്നവരുണ്ട്, പല ആളുകളും വിളിച്ച് വിഷമങ്ങൾ പറയുന്നവരുണ്ട്. നമ്മുടെ നമ്പറിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദേ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ് പ്രശ്നപരിഹാരങ്ങൾ തേടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. ഒരു 6 ആയത്തുള്ള സൂറത്തിനെ പറ്റി പറഞ്ഞു തരട്ടെ. 6 ആയത്തുകളുള്ള സൂറത്ത്, കേവലം 6 ആയത്തേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആ സൂറത്തിന്റെ പവറിന് ഒരു കുറവുമില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ചില ഹദീസുകൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. മൻ ഖറഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആരെങ്കിലും ഒരാൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ നമുക്കറിയുന്ന സൂറത്തല്ലേ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം ഒന്ന് ഓതിത്തരാം. ആ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു, ഒരു തവണ പാരായണം ചെയ്തു, എന്നാൽ ഖുർആൻ, അയാള് ഖുർആനിന്റെ 1/4 ഓതിയതുപോലെയാണ്. 1/4 ഓതിയതുപോലെയാണ്. ഖുർആനിനെ 4 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ഫുള്ളായിട്ട് ഓതി തീർത്തതിന്റെ പ്രതിഫലം എന്തിനു കിട്ടും? ഈ ഒരു സൂറത്തുൽ കാഫിറൂൻ ഒരൊറ്റ തവണ ഓതുന്ന ആളുകൾക്ക് കിട്ടും. അയാളെ തൊട്ട് ശൈത്താന്മാര്, മോട്ട് കാണിക്കുന്ന, ഇടങ്ങേറുണ്ടാക്കുന്ന പിശാചുക്കൾ ഓടി ഒളിക്കും. അയാളെ തൊട്ട് എന്ത് ചെയ്യും? അകന്നു പോകും, അയാളിൽ നിന്ന് വിദൂരത്താവും. ഷിർക്കിൽ നിന്നും അയാളെ കാത്ത് സംരക്ഷിക്കപ്പെടും. അയാളുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ഷിർക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ അക്ബർ, ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അക്ബറായ ഇടങ്ങേറിൽ നിന്നൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? അയാളെ കാത്ത് രക്ഷിക്കും. നമുക്ക് ഒരു 6 വരിയുള്ള 6 ആയത്തുകളുള്ള ഒരു കുഞ്ഞൻ സൂറത്ത് ഒരു തവണ ഓതുന്നതിന് കിട്ടുന്ന നേട്ടം. അപ്പോൾ ഒരാൾ 4 തവണ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ, ഖുൽ യാ അൽ കാഫിറൂൻ എന്ന സൂറത്ത് കേവലം 6 ആയത്തുള്ള സൂറത്ത് 4 തവണ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനായി ഖത്മ് ഓതിയതിന്റെ പ്രതിഫലം ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നമുക്ക് അപ്പോൾ ചെറിയ സൂറത്താണെന്ന് കരുതിയിട്ട് പവറിനൊട്ട് കുറവില്ല, അതുപോലെ തന്നെ പ്രതിഫലത്തിനും കുറവില്ല. എത്രയോ ഹദീസുകൾ അങ്ങനെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരാൾ എന്ത് ചെയ്തു? ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു. ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്ത് ഇതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, ഈ സൂറത്ത് ഓതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവസാനം വരെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അയാൾ പറയണം എന്ത്? അഅ്ബുദുല്ലാഹ വഹദ, അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു, അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുക. അതുപോലെ അഅ്ബുദുല്ലാഹ വഹദഹു എന്ന് അയാൾ ഇങ്ങനെ ആവർത്തിച്ച് 3 തവണ വീതം പറയൽ സുന്നത്തായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഖുൽ യാ അൽ കാഫിറൂൻ, ആ സൂറത്തിന്റെ ആശയം നോക്കിയാൽ അങ്ങനെയാണ്. എന്ത്? നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന ഏകനായ ദൈവത്തെ, ഇലാഹിനെ നിങ്ങളും ആരാധിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ല. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൽബിലാണ് ഈമാൻ വേണ്ടത്, ഇല്ലേ? ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഒരിക്കലും എന്ത് ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാലം കെട്ടാന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ധാരണയിലാകാം. എന്ത്? നീ ഇപ്പൊ പറയുന്ന ഇലാഹ്, ഏകനായ ഇലാഹ്, നബി തങ്ങളോട് പറയാണ്, നബി മുഹമ്മദ് നബിയോട് പറയാണ്, എന്ത്? നിങ്ങൾ പറയുന്ന ഏകനായ ഇലാഹ്, ആ ഇലാഹിനെ ഞങ്ങൾ എന്ത് ചെയ്യാം? ഒരു ദിവസം ഞങ്ങൾ അവരെ ആരാധിക്കും, അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ദൈവങ്ങളെ, ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള ഞങ്ങളുടെ ബിംബങ്ങളെ നിങ്ങളും ആരാധിക്കണം. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി. നിങ്ങൾ ഇങ്ങോട്ടും ആരാധിക്കാം, ഞങ്ങൾ അങ്ങോട്ടും ആരാധിക്കാം. ഒരു ദിവസം നിങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കും, അടുത്ത ദിവസം നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണം, പിന്നെ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? അങ്ങനെ പോവാം. അപ്പം ഹബീബായ നബി തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും
വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. സദഖല്ലാഹുൽ അദീം. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, അല്ലയോ നിഷേധികളായ ആളുകളെ. നബിയോട് പറയാം, നിങ്ങൾ അവരോട് പറയണം, നിഷേധികളായ ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളൊന്നും ഞാൻ ആരാധിക്കൂല, എന്നെക്കൊണ്ട് കഴിയില്ല. ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഏകനായ ഇലാഹിൽ വിശ്വസിക്കുന്നതാണ്. വല അന്തും ആബിദൂന മാ അഅ്ബുദു, ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആരാധ്യനായ ഏകനായ ഇലാഹിനെ നിങ്ങൾ ആരാധിക്കുമെന്ന്, എന്നാൽ നിങ്ങളെ കൊണ്ട് അതിന് കഴിയൂല എന്ന്. കാരണം എന്തേ? നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ ഈ ഷിർക്ക് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അതോടൊപ്പം എങ്ങനെയാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക? കാരണം നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഏകനായ ഇലാഹിനെ ആരാധിക്കുന്നു, എന്നാൽ നിങ്ങളുടെ കൽബിൽ ചിന്ത എന്താ? നാളെ വീണ്ടും ഞങ്ങളുടെ ഈ ഇലാഹുകളെ ആരാധിക്കുമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വല അന്തും ആബിദൂന മാ അഅ്ബുദു, അത് രണ്ടാമത് വീണ്ടും ആവർത്തിച്ചു പറയാം. വല അന ആബിദും മാ അഅ്ബദ്തും, ഒരിക്കലും ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കൂല. ലക്കും ദീനുക്കും വലിയ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം. ഞങ്ങളനുസരിക്കുന്ന ഞങ്ങൾ ഇലാഹിനെ ഞങ്ങൾ എന്ത് ചെയ്യും? മരണം വരെ ആരാധിക്കാനും അവനെ വഴിപ്പെടാനുമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുമായിട്ട് മുന്നോട്ട് പോയിക്കും. ഇവിടെ അതിനുള്ള ഇടയിൽ സന്ധി സംഭാഷണത്തിനൊന്നും എന്ത് ചെയ്യേണ്ട, നിൽക്കേണ്ട, ഇതിൻ്റെ ഇടയിൽ പാലം കെട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സൂറത്ത് ആരെങ്കിലും കൃത്യമായി പാരായണം ചെയ്താൽ അയാൾക്ക് ഉള്ളിൽ ഷിർക്ക് വരൂല എന്ന്, അയാൾ എന്ത് ചെയ്യില്ല, ഷിർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സൂറത്ത് ഓതിയതിനു ശേഷം അഅ്ബുദുല്ലാഹ വഹ്ദ, അഅ്ബുദുല്ലാഹ വഹ്ദ, അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു, വഹ്ദഹു, അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ പറയ സുന്നത്തുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം. ഇനി ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്തിനെ ഫർദ് നിസ്കാരങ്ങളിലോ അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങളിലോ അവർ ഓതിയാൽ, അതായത് നമ്മൾ സൂറത്ത് സാധാരണ ഓതുന്ന പോലെ ഫാത്തിഹയ്ക്ക് ശേഷം ഫർദ് നിസ്കാരങ്ങളിൽ ഈ സൂറത്ത് ഓതി, കാഫിറിന് സൂറത്ത് ഓതി, എന്നാൽ ഗഫറല്ലാഹു ലഹു വലിവാലിദൈഹി വമാ വലദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും, അയാളുടെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കും, അയാളുടെ മക്കൾക്കും പുറത്തു കൊടുക്കും. നോക്ക്, ഇപ്പം ഞാൻ എന്ത് ചെയ്തു? സൂറത്തുൽ കാഫിറൂൻ നിസ്കാരങ്ങളിൽ പാരായണം ചെയ്തു, എന്നാൽ എന്ത് ചെയ്യും? എൻ്റെ മാതാപിതാക്കൾക്ക്, വാപ്പാക്കും ഉമ്മാക്കും ഈ ഒരു സൂറത്ത് ഞാൻ പാരായണം ചെയ്തതിൻ്റെ പേരിൽ പുറത്തു കൊടുക്കപ്പെടും. എനിക്കും അള്ളാഹു പുറത്തു തരും, എൻ്റെ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, എൻ്റെ മക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. നോക്കുക, ഒരു മനുഷ്യൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ആർക്കൊക്കെയാണ് ഗുണം കിട്ടുക? അള്ളാഹു തൗഫീഖ്. അപ്പോൾ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുമ്പോൾ, ഫർദ് നിസ്കരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാം. പല ആളുകളുടെ ധാരണയുണ്ട് സുന്നത്തായ നിസ്കാരങ്ങൾക്ക് എന്ത് ചെയ്യണം, സൂറത്ത് ഓതണ്ടായെന്ന്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് സൂറത്ത് ഓത സുന്നത്തുണ്ട്. സുന്നത്ത് മറ്റേ സാധാരണ ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്താണ്. അതുപോലെ തന്നെ സുന്നത്തായ നിസ്കാരങ്ങളിലും ഈ സൂറത്തുകൾ ഓതൽ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ എന്തുണ്ട്? സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഫർദ് നിസ്കാരത്തിലോ സുന്നത്ത് നിസ്കാരത്തിലോ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇനിയോ അവരൊക്കെ ഈ മാതാപിതാക്കളും മക്കളും ഇയാളും ഒക്കെ ഇനി നിഷേധികളിൽപ്പെട്ട ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു അവരെ നന്നാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു. മാതാപിതാക്കൾ ചിലപ്പോൾ മോശക്കാരായിരിക്കും, അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ മോശക്കാരായി ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? ഈ മനുഷ്യൻ്റെ ഓതൽ കാരണം അവരെ നേർവഴിയിലാക്കി കൊടുക്കുമെന്ന്, നന്നാക്കി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. അതുപോലെ തന്നെ സ്വാദാക്കളുടെ പാതയിൽ അള്ളാഹു, അതായത് വിജയികളുടെ പാതയിൽ അള്ളാഹു അവരെ അടിയുറപ്പിച്ച് നിർത്തും. അതുമാത്രവുമല്ല, വഹയാഹുല്ലാഹു സഈദ, അവരെ അള്ളാഹു എന്ത് ചെയ്യും? വിജയികളായി ജീവിപ്പിക്കുകയും ചെയ്യും, വിജയികളുടെ മാർഗത്തിലാക്കുകയും ചെയ്യും. വിജയികളായി ജീവിക്കാനുള്ള അവസരം അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യും. വഅമാതഹു ഷഹീദ, ശുഹദാക്കളുടെ കൂലിയോടുകൂടി മരണപ്പെടാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കും. വബഅസഹു ഷഹീദ, നാളെ ശുഹദാക്കളോടൊപ്പം നാളെ ചേർക്കുന്ന ആ പട്ടികയിൽ അള്ളാഹു അവരെ ചേർക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തൊട്ട് എന്ത് ചെയ്യും? സാക്ഷാൽ ഇബ്ലീസ്, ശൈത്താൻ ഓടി ഒളിക്കുകയും കാഫിരീങ്ങളുടെ നേതാവായ ശൈത്താൻ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ അസാസിൽ ഇബ്ലീസ് തന്നെ എന്ത് ചെയ്യും? ആ വ്യക്തിയെ തൊട്ട് ഓടി ഒളിക്കുന്നതാണ്. അതുമാത്രവുമല്ല, ആ വ്യക്തി ഏറ്റവും നല്ല തൗഹീദിൻ്റെ ഉടമയായി, ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെ ഉടമയായി അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആ വ്യക്തിയെ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഈ ഒരു സൂറത്ത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? ഇസ്തിജാബത്തു ദുആഇന് വേണ്ടിയിട്ട് ഈ ഒരു, അതായത് നമ്മൾ ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇഖ്റ സൂറത്തുൽ കാഫിറൂൻ 10 മറാത്തിൻ ഇൻദ തുലൂഇ ശംസി സുമ്മ ദുഉ യുസ്തജാബു ദുആക്. മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്തു എത്ര തവണ? 10 തവണ. കാഫിറൂൻ സൂറത്ത് 10 തവണ ഓതുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമില്ല. 60 ആയത്ത് ഓതിയതിൻ്റെ സമയം. അപ്പോൾ 10 തവണ ആരെങ്കിലും സൂറത്തുൽ കാഫിറൂൻ ഓതി, ഇൻദ തുലൂഇ ശംസി, എപ്പോഴും ഓതേണ്ടത്? സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരെങ്കിലും പാരായണം ചെയ്തു, എന്നിട്ടോ സുമ്മ ദുഉ, അവൻ ദുആ ചെയ്തു.
അള്ളാഹു എൻ്റെ ഇന്ന കാര്യങ്ങൾ നടത്തി തരണേ അള്ളാഹ് എന്ന കടബാധ്യതയുള്ളവർ, അതുപോലെ മറ്റ് പ്രയാസങ്ങളിൽ കഴിയുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വരുമാനം കിട്ടാത്തവർ തുടങ്ങിയിട്ട് എന്തൊക്കെ പ്രയാസങ്ങളിൽ കഴിയുന്നവരുണ്ടോ അതൊക്കെ റബ്ബിനോട് ചോദിക്കുക ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ യുസ്തജാബു ദുആഉക്, നിന്റെ ദുആഇന് അള്ളാഹു ഇജാബത്ത് നൽകും, ഉത്തരം നൽകും തീർച്ചയാണ് എന്ന് മഹാന്മാർ പറഞ്ഞിരുന്നു. അള്ളാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതിയല്ലേ പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ അറിയിക്കുക, സന്തോഷങ്ങളും സങ്കടങ്ങളും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ഇറക്കാൻ അത് സബബായി തീരും. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പ്രചരിപ്പിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.